കർത്താവ് ധാരാളമായിട്ട് എല്ലാവരും ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ഈ രാത്രിയിൽ സ്വർഗം സർവ്വശനായ ദൈവം നമ്മുടെ എല്ലാവരും ദൈവീയ മഹത്വം കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് നമ്മോട് വ്യക്തമായിട്ട് ഇടപെടുവാനുണ്ട്. ദൈവം ഇന്ന് രാത്രിയിൽ നമ്മോട് വ്യക്തമായി ഇടപെടട്ടെ. വളരെ പ്രാർത്ഥനയോടെ രാത്രിയിൽ ദൈവസ്ഥ നമുക്കായിരിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസ്ഥിരതാരം നമ്മെ തന്നെ സമർപ്പിച്ച് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടേണ്ടതിന് ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി ചില ദൈവിക ഇടപെടലുകൾ നമ്മുടെ മേൽ ചലിക്കുന്ന രാത്രിയാണ്. ദൈവം നമ്മോട് വ്യക്തമായി ഇടപെടുന്ന രാത്രിയാണ്. ദൈവശബ്ദം നമ്മെ കേൾപ്പിക്കുന്ന രാത്രിയാണ്. കർത്താവിൻ്റെ നിയോഗങ്ങളെ നമ്മുടെ മേൽ കൈമാറുന്ന രാത്രിയാണ്. വളരെ പ്രാർത്ഥനയോടെ കുറച്ച് നിമിഷം നമുക്ക് ദൈവത്തിൽ ആത്മാനിറവ് പ്രാപിച്ചവർ അന്യഭാഷകൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. അന്യഭാഷകൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആ ദൈവമഹത്വം നമ്മുടെ മേലേക്കൊന്ന് പകരട്ടെ. കർത്താവിൻ്റെ കൃപ ഇന്ന് രാത്രി പകരേണ്ടതിന് ശബ്ദമുയർത്തി ആത്മനിർബന്ധികളായിരിക്കുന്ന സ്ഥാനത്ത് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കാട്ടെ. പരിശുദ്ധാത്മാവേ ഇന്ന് രാത്രി ജനത്തോട് ഇടപെടണമേ. ഇന്ന് രാത്രി ചില ആത്മീയ മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ചലിക്കുന്നതിനായി സ്തോത്രം. ചില ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. വചനത്തും ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവ് തന്ന ഒരു ചിന്ത ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യമാണ്. അവൻ അമരത്ത് തലയണ വെച്ചുറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് നമ്മോട് വ്യക്തമായി ഇടപെടുവാൻ, ഈ ചിന്തയിലേക്ക് കടക്കുവാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പ്രേക്ഷിത ദൗത്യം ചെയ്തതിന് ശേഷം അന്ന് സന്ധ്യ ആയപ്പോൾ അക്കരയ്ക്ക് പോകുക എന്ന് യേശു ശിഷ്യന്മാരെ നിർബന്ധിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. ദൈവത്തിൻ്റെ ചില നിർബന്ധങ്ങളുടെ മേൽ ഇന്ന് രാത്രി ചില ദൈവമഹത്വങ്ങൾ ഇതിനകത്ത് ആത്മാവിൽ ചലിച്ചു തുടങ്ങട്ടെ. നോക്കൂ, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ടു. യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുക. പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി ഒരു ദൈവിക അരുളപ്പാടുണ്ട്. കർത്താവ് ചെയ്യുന്ന ഏതൊരു പദ്ധതിയുടെ പിൻപിലും ദൈവത്തിന് ലക്ഷ്യമുണ്ട്. അവനൊരു ഉദ്ദേശമില്ലാതെ ഒന്നും ചെയ്യുകയില്ല. എന്നാൽ ചില ദൈവപ്രവൃത്തിയുടെ ആരംഭങ്ങൾ എന്തെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിൻ്റെ സമാപനം ദൈവം ദൈവിക നന്മകൾക്കകത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. ചില ദൈവിക പ്രവൃത്തിയുടെ തുടക്കമെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിൻ്റെ അവസാനം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് സന്ധ്യാസമയത്ത് അക്കരയ്ക്ക് പോകുവാൻ അവരെ ഒരുമിച്ച് നിർബന്ധിക്കുക. ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം കൂടി പറയുമ്പോൾ, ഈ അധ്യായം കഴിഞ്ഞ് 5-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവർ അക്കരെ എത്തി. അവിടെ 5 തുടങ്ങുന്നെങ്കിലും അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. അവിടെ എത്തിയ ശേഷം സ്തോത്രം, അവിടെ നടക്കുന്ന പ്രധാനമായ 4 അത്ഭുതങ്ങൾ ഇന്ന് രാത്രി അക്കരെ എത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കരെ എത്തും. 100% ഉറപ്പാണ്. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. 33-ാം സംഘത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സ്ഥാപിതമായി. അങ്ങനെയെങ്കിൽ അവൻ കൽപ്പിച്ചാൽ, അരുളി ചെയ്താൽ അതങ്ങനെ സ്ഥാപിതമാക്കുന്ന ദൈവമായി ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവൻ. നോക്കൂ, അവർ അക്കരെ എത്തി. എന്നാൽ അക്കരെ സംഭവിക്കുന്ന പ്രധാനമായും 4 വിടുതലുകൾ. 1, 6000 ഭൂതമുള്ളിൽ ഭൂതഗ്രസ്തുവിന് വിടുതൽ കിട്ടുന്നു. 2, രക്തസ്രാവക്കാരി സ്ത്രീക്ക് വിടുതൽ കിട്ടുന്നു. 3, പള്ളിപ്പയുടെ മകൾ യായിറോസിന് സൗഖ്യം ലഭിക്കുന്നു. 4, അവിടെ നോക്കുമ്പോൾ മഹാലസ്തോത്രം അടുത്ത് കാണുന്നു, യേശു ദീനമായി കിടക്കുന്ന ഒരു കുഞ്ഞിനെ സൗഖ്യമാക്കുന്നു. അങ്ങനെ ഇന്ന് അക്കരെ എത്തി ഈ 4 അത്ഭുതങ്ങൾ നടക്കേണ്ടത് കൊണ്ട് ഈ അത്ഭുതങ്ങൾ അവരിലൂടെ പ്രവർത്തിക്കാതിരിക്കാൻ ആത്മനിയോഗത്തോടെ ഇറങ്ങിത്തിരിച്ച് ഒരു കൂട്ടം ജനത്തിനെതിരെ ഉയർന്നു വരുന്ന ചില ഇരുളിന്റെ സ്വാധീനങ്ങളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സന്ധ്യ ആയപ്പോൾ അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞു. അവരൊരുമിച്ച് പുരുഷാരത്തെ വിട്ടതിന് ശേഷം യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുക. ഞാൻ തുടക്കത്തിൽ ഒരു ചോദ്യത്തോടെ ഇന്ന് രാത്രി ഞാൻ എൻ്റെ സന്ദേശം ആരംഭിക്കുക. കർത്താവ് പറഞ്ഞിട്ട് ദൈവശബ്ദം കേട്ടിട്ട് ദൈവനിയോഗം ഉണ്ടായിട്ട് തുടങ്ങിയ യാത്രയാണ്. പക്ഷേ ഈ യാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ?
ഇതേ ഭാഗം വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 വാക്യങ്ങൾ കാണുന്നു. അക്കരിക്കുവാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിക്കുന്നു. അവിടെയും നമുക്ക് കാണുന്നുണ്ട്, കാറ്റും കോളും പ്രതികൂലമാണ്. രാത്രി 4-ാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കിലേക്ക് വരിക. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു പദം ഇതാണ്: പൗലോസ് ആത്മനിയോഗത്തോടെ ദൈവശബ്ദത്തിന് വേണ്ടി റോമിലേക്ക് യാത്ര ചെയ്യുക. 28-ാം അധ്യായം അവസാനിക്കുന്നവൻ കൂലിക്കെടുത്ത് വീട്ടിൽ താമസിച്ചുകൊണ്ട് 2 സംവത്സരം റോമിൽ വചനം പ്രസംഗിച്ചു. പക്ഷെ എന്താ സംഭവിക്കപ്പെടുന്നതെന്ന് അറിയാമോ? 27-ാം അധ്യായത്തിൽ പൗലോസ് 276 പേരും കൂടി യാത്ര ചെയ്യുന്ന യാത്രയ്ക്കകത്ത് കപ്പൽ ഛേദമുണ്ടാകുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. എന്റെ ചോദ്യം, ദൈവം പറഞ്ഞിട്ട് ദൈവശബ്ദം കേട്ടിട്ട് നിയോഗത്തോടെ പുറപ്പെടുന്ന, ദൈവശബ്ദത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുന്ന യാത്രകൾക്കകത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമോ? മറുപടി ഉണ്ടാകും. പക്ഷെ കർത്താവ് ഇറങ്ങിയതിന്റെ നടുവിൽ വരും. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയും, ഭാര്യയൊക്കെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. എല്ലാവർക്കും ഇല്ല പോരാട്ടം, എല്ലാവർക്കും ഇല്ല വിഷയം. ജോസഫെ, നീ സ്വപ്നം കണ്ടതാ വിഷയം. നിന്റെ സ്വപ്നം ഒരു അസാധാരണമായ സ്വപ്നമാണ്. നീ മിസ്രൈമിലെ 2ാമനാകണം. പക്ഷെ നിന്നെ അവിടെ എത്തിക്കാതെ വണ്ണം സ്വപ്നത്തിന് വിരോധമായി ഉയർന്നു വരുന്ന, എന്തിലേറെ സ്വന്തം കുടുംബത്തിനകത്തുനിന്ന് പോലും ദർശനം നഷ്ടപ്പെട്ട ചിലത് സ്വന്തം സഹോദരനെ എടുത്ത് പൊട്ടക്കുടിയിലിട്ട് അവിടെ മിദ്യാനി കച്ചവടക്കാർക്ക് വിലപേശുമ്പോൾ ഈ രാത്രി പരിശുദ്ധാത്മാവിനൊരു ദൂത് കൈമാറാനുണ്ട്. ചില ദൈവശബ്ദത്തിന്റെ പിമ്പിൽ കൊടുക്കേണ്ട വിലകളുണ്ട്. പക്ഷെ അത് നിന്നെ തകർക്കാനല്ല. അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരുതൽ ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയും. ദൈവം പ്രവർത്തിക്കും. ഇന്ന് രാത്രി ആത്മാവ് തരുന്ന നിയോഗത്തോടെ ചെല്ലുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. അരുളപ്പാട് തന്നവൻ ദൈവമാണെങ്കിൽ, കൽപ്പിച്ചവൻ ദൈവമാണെങ്കിൽ, നീ കേട്ടത് ദൈവശബ്ദമാണെങ്കിൽ, എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത ഗതിവിഗതികൾക്കനുസരിച്ച് ആച്ഛാദനമുണ്ടാകാത്ത, സാഹചര്യം അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാത്ത ദൈവത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, എന്തൊക്കെ മാറിയാലും ദൈവത്തിന് മാറ്റമില്ല. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴട്ടെ, അതിലെ വെള്ളം ഇരച്ചു കലങ്ങട്ടെ, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. ഷമാനി കൽബന എൽസി ഷാജൻ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് രാത്രി ഇങ്ങനെ അരുളപ്പാട് കൈമാറുന്നു കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചില മറുപടികൾ ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുക. നാളുകളായി ദൈവസന്നിധിയിൽ നിങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഭവനവുമായി ബന്ധപ്പെട്ട് ചില വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പത്രോസിന് വേണ്ടി ദൂതൻ കാരാഗൃഹത്തിനകത്ത് ഇറങ്ങിയ പോലെ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൂതൻ ഇറങ്ങും. ഓ ലീഖാന, നോക്കൂ, അസാധാരണമായി സഖരിയാവ് കണ്ടത്. ആലികത്തിനകത്ത് ദൂത് കഴിഞ്ഞിട്ട് സഖരിയാവിനോട് ദൂത് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി. ആത്മാവിനോട് അങ്ങനെ പ്രവചിക്കാൻ സിസ്റ്ററെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചില മറുപടികൾ അടയാളമായി ചലിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ നിന്ന് രാത്രി സംഭവിക്കട്ടെ. നാളുകളായി നിലവിളിച്ച ചില വിഷയത്തിന്റെ മറുപടികൾ, ജീവനുള്ളത് വ്യക്തികൾ ചോദ്യം ചെയ്തതിന്റെ നടുവിൽ ദൈവപ്രവൃത്തിയായി ചില പരസ്യ അടയാളമായി ചലിക്കുന്നത് ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിദൂരതകളിൽ നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ചില ദൈവപ്രവൃത്തികൾ അയക്കുന്നല്ലോ. ഉടവര കോംപ്ലിക്കേറ്റഡ് ചില വിഷയത്തിനുമേൽ ഇന്ന് രാത്രി സ്വർഗം ഇറങ്ങി ചലിക്കുക. പരിശുദ്ധാത്മാവെ തോട്ടാട്ടെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തോട്ടാട്ടെ. ലഖദി രമിനി ശ്യാമലോ കോരിബേ രിഗേരി, ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. നോക്കൂ, അഖരിക്കുവാൻ യേശു പറയുന്നത്. എന്നെ പ്രിയ ബീന അജിക്ക് സ്തോത്രം, പ്രിയ അജിക്ക് സ്തോത്രം ചെയ്യുക. അല്ലി പറയുന്ന ദൂതുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. കാരണം ഞാൻ പ്രവാചകനല്ല, പക്ഷെ നിയോഗത്തോടെ ഞാൻ പ്രസംഗിക്കുന്ന 100% എനിക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് അതേപോലെ സംഭവിക്കും. ചില പിന്നെ മലയാളികളായ പെന്തക്കോസുകാർക്ക് ഒരു കുഴപ്പമുണ്ട്. ഇനി യേശുക്കുറിച്ച് ഇറങ്ങി വന്നാൽ നമ്മൾ വിഴുങ്ങുന്നവരാ, അംഗീകരിക്കത്തുമില്ല, ഉൾക്കൊള്ളത്തുമില്ല. എനിക്കും കൂടെ ഒരു വിശ്വാസവർദ്ധനവിന് നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദം നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം പറയും ആൻറ്റിയോടെ അറിയിക്കണം. ബീന ആൻറ്റിയോടെ അറിയിക്കണം. ദൂതുകൾ അത് ദൈവപ്രവൃത്തിയായി മാറട്ടെ. എനിക്കറിയാം ഒരു അസാധാരണ ദൈവമഹത്വം ഇന്ന് രാത്രിയിലകത്ത് ചലിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആയി കിട്ടിയ സമയത്ത് ആൻറ്റിക്ക് ഡേറ്റ് ഞാൻ കൊടുത്തത്. കാരണം പകലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ദേവസ്വത്തിലായിരുന്ന സമയത്ത് 1-2 ഭവനങ്ങൾ ഓടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയിട്ട് വന്നു. എനിക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ രാത്രി ഇതിനകത്ത് ചിലതിൻ്റെ കെട്ടുകളെ പൊട്ടിക്കും.
ദൈവമരങ്ങ് വിടുതല ദൈവമക്കളെ. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അസാധാരണമായ ദൈവപ്രവൃത്തിയാണ്. അഭിഷേകത്തോടെ ഇന്ന് രാത്രി നാം പ്രാർത്ഥിച്ച ചില മുഖങ്ങളെ ദൈവം ഇന്ന് രാത്രി ആത്മാവിൽ പൊട്ടിക്കും. നോക്കൂ, ഇനി ഈ സന്ധ്യയായപ്പോൾ ഇവർ പോകുന്നത്. സന്ധ്യയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വചനം പറയുക, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. യേശു വേറെ ഒരു സമയമില്ലായിരുന്നു യാത്ര ചെയ്യാൻ. എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത, ചില ടാർഗറ്റുകളെ യേശു ഏറ്റെടുക്കും, ചില വെല്ലുവിളികളെ ഏറ്റെടുക്കും. ഇന്ന് രാത്രി ഇതിനകത്ത് ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ചിലരോട് ആത്മാവിലൊരു ദൂത് കൈമാറാനുണ്ട്. പ്രൈസലോ, ചില ദൂതുകളെ, ചില ടാർഗറ്റുകളെ ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി തയ്യാറാകട്ടെ. അവിടെയാണ് ദൈവം ചിലത് ചെയ്യാൻ പോകുന്നത്. കാരണം യേശുവിൻ്റെ പ്രത്യേകത ഉണ്ട്. ആരും പോകാത്ത സ്ഥലം, ശാപഗ്രസ്തമായ ഗലീല, ആരും കടന്നു പോകാത്ത മേഖല, ആർക്കും വേണ്ടാത്തത്, എല്ലാവരും കൈവിടപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കി. ഒരു ചത്ത കഴുതയുടെ താടിയലിനകത്തും മോശയുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ടും എലിയാവിൻ്റെ കയ്യിലെ പുതപ്പ് കൊണ്ടും ഒക്കെ അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി നമ്മൾ എങ്ങനെ ദൈവമേ എന്നല്ല, ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാൻ അവൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നവരിൽ കൂടി അസാധാരണമായ ദൈവപ്രവൃത്തികൾ അയക്കാൻ ഈ രാത്രി എൻ്റെ കർത്താവ് ശക്തനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇതിനകത്ത് ഭയങ്കരമായ ഡെലിവറൻസുകൾ ഈ രാത്രി കർത്താവ് ചെയ്യും. ഞാനിത് വിശ്വസിക്കുന്നു. സന്ധ്യയായപ്പോൾ, ഇനിയും ഈ സന്ധ്യയിൽ പോകാൻ കാരണം, ശിഷ്യന്മാരുമായി പോകുമ്പോൾ അവരൊരു ആത്മീയ പക്വത എത്തേണ്ടതിന്, അവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതിന്, അവരുമായി ചില സംസാരിക്കേണ്ടതിന് ദൈവം ഇവരെ ഈ സന്ധ്യയിൽ കൊണ്ടുപോകുക. സന്ധ്യയുടെ പ്രത്യേകത, ദേശം മുഴുവൻ അന്ധകാരം കൊണ്ട് നിറയപ്പെട്ട മേഖലയാണ്. ഒരു ദൂത് പറയട്ടെ, ചില സന്ധ്യ ഇന്ന് രാത്രി എന്റെ കർത്താവ് മാറ്റാൻ പോകുക കേട്ടോ. വചനം പറഞ്ഞു, സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാവാർക്കുമ്പോൾ ഉഷസ്സിൽ ദൈവത്തിന്റെ കൃപ ചലിക്കും. ഈ സന്ധ്യ എന്തിനാ? ഇന്നലെ വരെ നീ ഫേസ് ചെയ്ത ചില വിഷയത്തിൽ മേൽ ദൈവത്തിന് ഇറങ്ങുമെന്ന് തകർക്കാനുണ്ട്. ആ ദേശത്ത് സന്ധ്യാസമയങ്ങളിൽ വ്യാപരിക്കുന്ന ചില ആധിപത്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ, ഫലമായി വരുമ്പോൾ ഫലത്തെ നുള്ളിക്കളയുന്ന ചില ഇരുളിന്റെ സ്വാധീനങ്ങൾ ഇസ്രായേൽ വിതയ്ക്കും. വിളവാകുമ്പോൾ മിദ്യാനിൽ വന്ന് നന്മ കൊണ്ടുപോകുന്ന പോലെ, വിളവാകുമ്പോൾ മരണയോർദാൻ കരകവിഞ്ഞൊഴുകുന്ന പോലെ, ഫലമാകുമ്പോൾ അതിനെ ചാവിളിയാക്കി മാറ്റുന്ന പോലെ, ഫലത്തെ നുള്ളിക്കളയുന്ന ചില കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ സ്വാധീനങ്ങളെ, സന്ധ്യയുടെ അനുഭവങ്ങളെ നസ്രേന്റെ നാമത്തിൽ അഭിഷേകത്തോടെ ആത്മനിയോഗത്തെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യാണ്. അടകത്തൽ ഗതനഗതന തുറന്നു വന്ന പല വഴികളും തലമുറകൾക്ക് വേണ്ടി, ദൈവസഭകൾക്ക് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി ഫലമായി തീർന്നുവെന്ന് ചിന്തിച്ചു. യെശയ്യാവ് 5 പറയുന്ന പോലെ, വിഹാലിൽ നിലമൊരുക്കി വിത്ത് വിതച്ചു, നടുക്കൊരു ചക്കൊക്കെ ഇട്ടു, നല്ല ഫലം കായ്ക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ വായിച്ചതോ കയ്പ് മുന്തിരിയ. ഇന്ന് രാത്രി ചില കയ്പിന്റെ മുന്തിരിയുടെ ഹാലിൽ കൊണ്ടുവരുന്ന ഇരുളിന്റെ ചില സ്വാധീനങ്ങളെ എന്നേക്കുമായിട്ട് സ്വർഗം ക്യാൻസൽ ചെയ്യുക. ആത്മാവിൽ പ്രാർത്ഥിച്ചു. ശരീരങ്ങളുടെ മേൽ രോഗമിട്ട് തലമുറകളുടെ നന്മയെ വഴിയെ മുൻപോട്ട് വിടാതെ വണ്ണം റൂട്ടുകളെ ബ്ലോക്ക് ചെയ്യുന്ന വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് ദിവസം വലുതായി നന്മയുടെ വാതിൽ അടുത്തു വരുമ്പോൾ വഴികളെ ഡൈവേർട്ട് ചെയ്യുന്ന ചില ദുരാത്മ മേഖലകൾ ഇന്നു രാത്രി അഴിയട്ടെ. സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് വാ. ഇനി അക്കരെ പോകാൻ പറയുമ്പോൾ അക്കരെ നടക്കേണ്ട ചില വിടുതലുകളുണ്ട്. പക്ഷെ ശിഷ്യന്മാരറിയുന്നില്ല ഈ വിടുതൽ. യേശുവിന് അറിയാം വിടുതൽ നടക്കും. അറിഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്നത്. ഇന്ന് രാത്രി നിങ്ങളോട് വല്ല ദൈവിക അരുളപ്പാടുകൾ കർത്താവ് പറഞ്ഞതിന് പിമ്പിൽ ദൈവത്തെ പ്രൈസ് ലോർഡ് ബെനഡിക്റ്റ് അച്ചായ വർഷമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുന്നത്. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പല കൂട്ടായ്മകൾ ഒരുമിച്ച് സഹകരിപ്പാൻ കർത്താവ് കൃപ നൽകി. കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലനെ ദൈവം ശക്തമായി മാനിക്കട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ദൈവത്തിൻ്റെ കൃപ കർത്താവ് പകരട്ടെ. നോക്കൂ, അക്കരയ്ക്ക് പോകാൻ കർത്താവ് പറയുമ്പോൾ സംഭവിക്കുന്നത്, പുരുഷാരത്തെ പറഞ്ഞു വിട്ടിട്ട് പടകിൽ ഇരുന്ന പാടെ അവരെ കൊണ്ടുപോയി. ചെറു പടകുകളും കൂടുണ്ടായിരുന്നു. അടുത്തതാ, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ട്. എൻ്റെ ചോദ്യം, ദൈവം കൂടെ ഉള്ളപ്പോൾ കർത്താവ് പറഞ്ഞ യാത്ര ചുഴലിക്കാറ്റുണ്ടോ? ചിലരെ നോക്കി ഇന്ന് രാത്രി ആത്മാവിലൊരു വെളിപ്പാട് പറയാം. അക്കരെ നടക്കുന്ന 4 വിടുതലുണ്ട്. ഈ വിടുതലിനകത്ത് സ്റ്റെപ്പ് വെക്കാതിരിക്കാൻ, അവിടെ വ്യാപരിക്കാൻ. എൻ്റെ ഭാഷ പറഞ്ഞാൽ അവിടെ വ്യാപരിക്കേണ്ട കുഞ്ഞപ്പൻ മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ വെളിപ്പെട്ടതാണ്. ഇന്ന് രാത്രി ചിലതിൻ്റെ തലയെ തകർക്കുന്ന അഭിഷേകം ഇതിനകത്ത് ചലിക്കും.
യേശുവിന്റെ നാമത്തിൽ ഉടമാരകതനികതന. നോക്കൂ, വലിയ ചുഴലിക്കാറ്റുണ്ട്. പടകിൽ തിര തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി. എന്താ പ്രശ്നം? നന്നായി പടക് നയിക്കാൻ അറിയുന്ന പത്രോസില്ലേ? നന്നായി പടകിനെ നിയന്ത്രിക്കാൻ അറിയാവുന്നവരില്ലേ? പക്ഷെ എന്താ ഈ കടലിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകാൻ കാരണം? വെളിപ്പെട്ടു വരേണ്ട ചിലതിനെ വഴിയിൽ തടയുന്ന ചില മേഖലകൾ. എനിക്കറിയാം, ഒത്തിരി സാക്ഷ്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ടാവും. വെളിപ്പെട്ടു വന്ന ചിലതിനെ തടഞ്ഞു കളഞ്ഞ ചില മേഖലകൾ. ഇന്ന് രാത്രി ആ മേഖലയുടെ, എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നെ ഇതിനകത്ത് കണക്ട് ചെയ്താൽ ഒരു അവസരം തന്നെ ഒത്തിരി പേർക്ക് ഇതിനകത്ത് ആത്മാവിന്റെ വിടുതലുകൾ ചെല്ലിക്കുക. നോക്കൂ, ആ തിര കയറിയത് കൊണ്ട് പടക് മുങ്ങുമാറായി. ഇനി യേശു അമരത്ത് തലേണ വെച്ചുറങ്ങാം. ഇവിടെ ലാസറിന്റെ കല്ലറയിൽ ദീനമായി കിടക്കുന്നെന്നറിഞ്ഞിട്ട് യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഭവനമാണ്. യേശു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്തു. നമ്മുടെയൊക്കെ ചർച്ചുകളാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ ചർച്ചിൽ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. ഒരു 10-320 കുടുംബമുള്ള സഭയാണ്. അവിടുത്തെ പാസ്റ്റർ പറഞ്ഞ രാവിലെ 5 മണിയാകുമ്പോൾ ഫയർഫോഴ്സുകാർ കൂട്ടാം, ഷേവൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുക. കോള് വരും, ഷർട്ട് എടുത്തിട്ട് പോകണം. ഒരാൾക്ക് വയറ്റ് വേദന, അവിടുന്ന് അടുത്തെടുത്ത് ചെല്ലുമ്പോൾ തലവേദന, അടുത്തിടുന്ന അടുത്ത വിഷയം. ഇങ്ങനെ ഓടിയൊക്കത്തുള്ളൂ, നിൽക്കാൻ പറ്റത്തില്ല. ചെന്നില്ലെങ്കിൽ ആൾക്കാരുടെ സ്വഭാവമാണ്. ഇവിടെ നോക്കിയേ, കൂടെ ശിഷ്യന്മാരുണ്ട്, പക്ഷേ യേശു ഉറങ്ങുക. എന്താണ് യേശു പിന്നെ ഇവരെ കുറിച്ചൊരു ചിന്തയില്ല. അത് ശിഷ്യന്മാർ ചോദിക്കുന്നത്, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ല? ഇന്ന് രാത്രി ആത്മാവ് ഒരു ദൂത് പറയുന്നു. മെയിനായിട്ട് ശ്രദ്ധിച്ച് കേട്ടോണേ. ദൈവത്തിന്റെ ചില മൗനതകൾ വിടുതലാണ്. ദൈവം മൗനമായിരിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. ദൈവം സംസാരിക്കുമ്പോൾ ദൈവപ്രവൃത്തി ചലിക്കില്ല. ഇന്ന് രാത്രി ആരെയൊക്കെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു, ദൈവത്തിന്റെ ചില മൗനതകൾക്ക്. കെരീതിലും സാരാഭാത്തിലും ദൈവം മൗനമായിരുന്നു, പക്ഷെ കാക്കെത്തി. വിധവയെ പുലർത്താൻ ദൈവം കൽപ്പിച്ചാക്കി. ആ ദൂത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ദൈവത്തിന്റെ ചില മൗനതകളുടെ പിമ്പിൽ അസാധാരണമായ ചില ദൈവപ്രവൃത്തികളുണ്ട്. നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ ചില വിഷയത്തിനകത്ത് ദൈവം മൗനത പുലർത്തുന്നെങ്കിൽ, അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ച 10 വിഷയത്തിൽ 8 മറുപടി കിട്ടി, 2 മൗനമാണെങ്കിൽ 8 പോലല്ല, 2 റിസൾട്ട് അത് അസാധാരണമായി വിടുതലായി മാറും. ദൈവത്തിന്റെ ചില മൗനതകൾ ചില വിടുതലാണ്. ഇന്ന് രാത്രി ആരെയൊക്കെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു, നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മൗനതയുടെ റിസൾട്ടുകളെ നിന്റെ കണ്ണുകൊണ്ട് ഇന്ന് രാത്രി നീ കാണാൻ പോവുകയാണ്. ശബാല കാറാമാന ദേവീനി ബാലാവ. ഇത്രയും വലിയ പ്രശ്നം, പടക് മുങ്ങുമാറായി, പടകിനകത്ത് വെള്ളം കയറി, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദന. ചില വേദന വരുമ്പോൾ നമ്മളോട് ചോദിക്കും, കർത്താവ് എന്താ നീ മിണ്ടാത്തത്? എന്നെ കാണുന്നില്ലേ കർത്താവ്? എൻ്റെ വേദന കാണുന്നോ? നീ 2 പടക് കരയ്ക്കടുത്ത് കിടക്കുന്നതിൻ്റെ യേശു കണ്ടു. ഇന്ന് രാത്രി നിന്റെ വേദന അവൻ കാണുന്നുണ്ട്. ദൈവം മൗനമായിരിക്കുന്നത്. പിശാച് കളിക്കുന്നിടത്തോളം കളിക്കട്ടെ, അവൻ ഉയരുന്നിടത്തോളം ഉയരട്ടെ. പക്ഷെ ദൈവം ചില റിസൾട്ട് അയക്കും. ഒരു ദൂത് പറയാം, ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ നഷ്ടമല്ല, അത് ജയമാണ്. പെണ്ണിക്കച്ച പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നമ്മൾ ഏകദേശം കണ്ടിട്ട് ഒരു 5-6 വർഷമായി. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ദൂത് കൈമാറുന്നു. പ്രൈസലോ, വെറ്റിക്കിളിയും പച്ചപ്പുഴവും വീട്ടിലും തുള്ളലും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾ കൊത്തവണ്ണം മടക്കി തരുന്നൊരു ദൈവമുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ട് നഷ്ടം വന്നതിന്റെ കണക്ക് പറയരുത്. നഷ്ടങ്ങളെ ലാഭമാക്കുന്നവനാ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ്. ദൈവത്തിന് വേണ്ടി നിന്നിട്ട് എന്തെങ്കിലും നഷ്ടമായെങ്കിൽ അതിനെ ലാഭമാക്കി തീർക്കും. ബിജോയി റൂബി ജാബാല റഖാന, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് കൈമാറുന്നു. അവൻ ചില നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവമാകട്ടോ. ആത്മാവിൽ പ്രാർത്ഥിച്ചോണം, ആകുലപ്പെടണ്ട. മൗനമായി ഇരിക്കും തോറും നിന്റെ മേലെ വിടുതലിന്റെ റേഞ്ച് കൂടുക, നിന്റെ മേലെ വിടുതലിന്റെ ആഴം കൂടുക. അതിന് തകർച്ചയെ 10 മടങ്ങ് മടക്കി തരുന്നവനാ. യോബൻ നിന്റെ നഷ്ടത്തിന് 10 മടങ്ങ് മടക്കി തന്നെങ്കിൽ, യോബൽ പ്രവചനം പറയുന്നു, മുൻമടിയും പിന്മടിയുമായി വർഷം പെയ്പ്പിച്ചു കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ചില മൗനതകൾക്കകത്ത്, മാനുഷികമായി തോന്നുന്ന ചില തകർച്ചകൾക്കകത്ത് ദൈവം നിന്റെ മേൽ ജയം കൽപ്പിക്കും. അജയ് ആ ഡിവൈസിനോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. രാത്രി ദൈവത്തിന്റെ കരുതൽ നിന്റെ കൂടാരത്തിന് വേണ്ടി ചെല്ലും. ഒത്തിരി ഒറ്റപ്പെടലുകൾ നീ അനുഭവിച്ചല്ലോ. പകല മേഖലകൾക്കകത്തും നിന്നെ ഒറ്റപ്പെടുത്തി നിർത്തിയ അനുഭവങ്ങൾ. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. കർത്താവ് നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും. നിന്റെ ചില വഴികളിൽ യെശയ്യാ 45 ബ്രദറെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു. ജയ് ബ്രദറെ, അവൻ നിന്റെ വലങ്കരം പിടിക്കും. അവൻ നിനക്ക് മുമ്പായിട്ട് പുറപ്പെടും. നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മുമ്പ് കർത്താവ് ഇറങ്ങി നിൽക്കുക.
വഴിയെ തടയാൻ ആർക്കും കഴിയില്ല. ഇന്നലകൾ തുറന്ന വഴികൾ പലതും ശത്രു കൊട്ടിയടച്ചെങ്കിൽ ആത്മാവിനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു, ഈ വഴി ആർക്കും അടയ്ക്കാൻ പറ്റില്ല. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത അസാധാരണമേറിയ വഴി ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിച്ചു തുടങ്ങട്ടെ. ഇടബോരി കർത്താവ് തന്നെ ഇറങ്ങി ചില വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നല്ലോ. ആ വിഷയം ഈ ദിവസം ദൈവപ്രവൃത്തിയെ ചലിച്ചു തുടങ്ങുക, ദൈവപ്രവൃത്തിയെ ചലിച്ചു തുടങ്ങുക, ദൈവപ്രവൃത്തി. ഞാൻ ദൂത് പറഞ്ഞു, റീന എന്നൊരു പേര് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. റീന, അവരുടെ മേലേക്ക് ദൈവത്തിൻ്റെ വിടുതലെന്ന് രാത്രി ചലിക്കുക. ശരീരത്തെ രോഗിയാക്കി ഓപ്പറേഷന് വിധേയമാകുമെന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന അസിസ്റ്റന്റിന്റെ മേലേക്ക് ദൈവത്തിന്റെ കരം വന്നിറങ്ങുന്നു. ആത്മാവ് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുന്നു, കത്തുവെപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ കരുതൽ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ചിലരുടെ മേലേക്ക് ശക്തിയോടെ ചലിച്ചു തുടങ്ങട്ടെ. നോക്കൂ, വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറിയത് കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ചുറങ്ങുക. ഇനി ചുമ്മാ ഉറങ്ങുകയല്ല, യേശു നല്ല സുഖമായ ഉറക്കം. ഇനി ഒരു ചിന്ത, എത്ര ഉറങ്ങുവാണെങ്കിലും വെള്ളം വീണ ഉണരും. ചെറിയ വലിയ തിരമാലകൾ അടിക്കുന്ന പടകിനകത്ത് ശകലം വെള്ളമെങ്കിലും യേശുവിൻ്റെ ശരീരത്തിൽ വീണ് കാണും, തീർച്ചയായും. പടകിൽ തലയണ വെച്ചുറങ്ങുന്ന യേശുവിൻ്റെ മുഖത്തും വെള്ളം വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ യേശു ഉണർന്നില്ല. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം, പലതിനകത്ത് ഉണരാത്തവൻ നിന്റെ നിലവിളിക്കകത്ത് ഉണരും, നിന്റെ യാചനയ്ക്കകത്ത് ഉണരും. അടുത്ത പദം കണ്ടു, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവരൊരുമിച്ച് നിലവിളിക്കാൻ തുടങ്ങിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഇന്ന് രാത്രി ചില പ്രതികൂലങ്ങൾക്കകത്ത് പതറി നിൽക്കുന്ന ചിലരെ നോക്കി ആത്മാവ് ദൂത് കൈമാറുന്നു. പതറണ്ട, ദൈവത്തിന്റെ കരുതൽ നിങ്ങളുടെ മേൽ കർത്താവ് കൈമാറും. നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ? അവർ വിചാരിച്ച് ഇവിടെ കൊണ്ട് നശിക്കുന്നു. ഇത് നാശമല്ല കേട്ടോ, ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നതിൻ്റെ അടയാളമല്ല. ഞാൻ ദൂത് പറയാം, അഭിഷേകമുള്ളവനേ ഉള്ളൂ പ്രശ്നം. ഞാൻ 73-ാം സംഘത്തിന് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചർച്ചയിൽ പ്രസംഗിക്കും. കാരണം ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നുന്ന വചനം പറയുന്നത്. ഈ പ്രശ്നമില്ലാത്തവന്, അഭിഷേകമില്ലാത്തവന് പ്രതിസന്ധികളൊന്നുമില്ലെന്നേ, ഉള്ളവനോടേ ഉള്ളു വിഷയം. സ്വപ്നം കണ്ട യോസഫിനോടേ ഉള്ളെന്ന് സഹോദരന്മാർക്ക് വിഷയം, സ്വപ്നമില്ലാത്തവന് വിഷയമില്ലെന്നേ. നീ കണ്ട സ്വപ്നം ആവശ്യം, പക്ഷെ സ്വപ്നം തന്നവൻ കർത്താവാണെങ്കിൽ അവനത് പൂർത്തീകരിപ്പ് ശക്തനാണ്. ദർശനം തന്നവൻ ദൈവമാണെങ്കിൽ സൻബല്ലത്തെ തോബിയാവെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ദർശനം തന്നവൻ. അതുകൊണ്ട് ആ പൗലോസ് പറയുന്നു, അല്ലയോ അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. ദർശനം തന്നവൻ ദൈവമാണെങ്കിൽ ദൈവം അത് പൂർത്തീകരിക്കും. യേശു തലയിണ വെച്ച് സുഖ ഉറക്കം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ഉറക്കത്തിന്റെ പിമ്പിൽ ഒരു പദ്ധതി ഉണ്ടാ, നിന്നെ ഒന്ന് ഉണർത്താനാ. അവർ ചോദിക്കുന്നു, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ല. അവർ വിചാരിച്ചു ഇവിടെ കൊണ്ട് നശിക്കും. ഇന്ന് രാത്രി നിങ്ങളെ ദൂത് പറയാം, നിങ്ങളുടെ മുമ്പിൽ വന്ന രോഗം കണ്ടിട്ട്, നിങ്ങളുടെ മുമ്പിൽ വന്ന പ്രശ്നം കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ചില്ല ഇവിടെ കൊണ്ട് തീരുമെന്ന്. തീരത്തില്ല കേട്ടോ. വാഗ്ദത്തമുള്ള നീ തീരാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. വാഗ്ദത്തമുള്ള നീ തീരാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഇത് അവസാനമല്ല, ചില ദൈവപ്രവൃത്തിയുടെ തുടക്കമാണ്. ഈ ദീനം ദൈവനാമ മഹത്വത്തിനാ. ഈ ദീനം പ്രവർത്തിക്കുന്നതിന്റെ കൺമുമ്പിൽ വെളിപ്പെടാനാ. ഈ പ്രതിസന്ധി ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ വ്യാപരിക്കാനാ. നിമ്മി ജോസ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് ഇങ്ങനെ ഇടപെടുന്നു കേട്ടോ. ചില പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനകത്ത് ജനാധികേനി ഞാൻ ഈ ദൂത് പറയുമ്പോൾ അടയപ്പെട്ട ചില വഴികളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കുക, നിന്റെ കുടുംബത്തിന് വേണ്ടി തുറക്കുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തുറക്കുക. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇറങ്ങിയ ചില വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവെ നന്ദി. കുടുംബത്തിനകത്തേക്ക് ഒരു അസാധാരണമായ ഒരു വിടുതൽ ചലിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തെ ചില പ്രാർത്ഥനയുടെ മറുപടികൾ പരസ്യ അടയാളം ചലിക്കുക. നിന്റെ ചില കണ്ണുനീരിന്റെ മറുപടികൾ നിന്ദിച്ചവരുടെ നടുവിൽ, ചോദ്യം ചെയ്തവരുടെ നടുവിൽ, നോക്കി നിന്നവരുടെ നടുവിൽ ശത്രുക്കൾ കാണുക. ദൈവം നിനക്ക് വേണ്ടി നന്മയായി വഴി തുറക്കും. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. സ്വർഗത്തിന്റെ കരുതലുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടു വരട്ടെ. അത് സ്വർഗീയ മഹത്വമായ കൂടാരത്തിലേക്ക് ചലിയട്ടെ. യേശു ഉറങ്ങ്. ശിഷ്യന്മാരുടെ ചോദ്യം, നിങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ല. അടുത്ത പദം നോക്കിക്കേ, അവർ അവനെ ഉണർത്തി. ഇന്ന് രാത്രി ചിലരോട് ദൈവം പറയുന്നു. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു ബ്രദർ ചോദിച്ചു, പാസ്സായ ദൈവത്തിനെല്ലാം അറിയാം. ഞാൻ പറഞ്ഞ എല്ലാം അറിയാം. എങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയം എല്ലാം ദൈവത്തിനെല്ലാം അറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ ആ വിഷയം റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്?
അറിയാം. പക്ഷെ നമ്മൾ ദൈവത്തെ ഒന്ന് ഉണർത്തുക. ഞങ്ങൾ മറന്നുപോലെ വചനം പറഞ്ഞു, തങ്ങൾ ഏകാഗ്രതത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത്. ഇന്ന് രാത്രി ചില വിഷയങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുക എന്ന് പറയുന്നതാണ്. നമ്മൾ ദൈവത്തെ ആ വിഷയമൊന്ന് തട്ടി ഉണർത്തുക. അതാ ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ? വാഗ്ദത്തമുള്ള ചിലരോട് ആത്മാവ് ദൂത് കൈമാറുന്നു. ദൈവത്തെ ഒന്ന് തട്ടി ഉണർത്താൻ ഇന്ന് രാത്രി നീ തയ്യാറാകുമോ? യാബോക്കിൽ യാക്കോബ് ഉഷസ്സാകുമ്പോഴും ദൈവത്തിന്റെ ദൂതനുമായി മല്ല് പിടിക്കപ്പെട്ടു. ഇവിടെ വചനം പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് രാത്രി ആത്മാവ് ഒരു ദൂത് കൈമാറുന്നു. ദൈവത്തെ ഒന്ന് തട്ടി ഉണർത്താൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ദൈവത്തെ ഒന്ന് തട്ടി ഉണർത്താൻ നീ തയ്യാറാകുമെങ്കിൽ, ദൈവത്തെ ഒന്ന് തട്ടി ഉണർത്താൻ നീ തയ്യാറാകുമെങ്കിൽ, ചലിക്കാത്ത ചില മേഖലകൾ ഇന്ന് രാത്രി ചലിക്കും. സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന പത്രോസിനെ കാരാഗ്രഹത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ആത്മാവനോട് പറയുന്നു, തട്ടി ഉണർത്തുന്ന ചില പ്രാർത്ഥനാ വീരന്മാർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ദൈവനിയോഗത്തിനകത്ത് നിൽക്കുന്ന ചില പ്രാർത്ഥനയുടെ അഭിഷേകമുള്ളവർ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. വിഷയത്തിന് മറുപടി കിട്ടും വരെ യാബോക്കിനകത്തിരിക്കുന്ന ചെല്ലിനകത്ത് എഴുന്നേൽക്കട്ടെ. കയറിപ്പോയവൻ യാക്കോബ, പക്ഷെ ഇറങ്ങി വന്നവൻ ഇസ്രായേല. കയറിപ്പോയവൻ തകർച്ചയുള്ളവനാ, പക്ഷെ ഇറങ്ങി വന്നവൻ ആ വർഷം വിതച്ച് 100 മേനി കൊയ്തവനാ. കഴിഞ്ഞ 20 വർഷത്തെ തകർച്ചയെ ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി സുധാത്മാവിന് ദൂത് കൈമാറാനുണ്ട്. ദൈവത്തിന് നിയോഗം ചലിക്കുമ്പോൾ അവനെ ഒന്ന് ഉണർത്താൻ തയ്യാറായ അവർ അവനെ ഉണർത്തി. അടുത്ത പദം, അവൻ എഴുന്നേറ്റു. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി യേശു എഴുന്നേൽക്കുന്ന ഉറപ്പുള്ളവരെന്ന് സ്തോത്രം ചെയ്യാമോ? നിന്റെ വിഷയത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഉറപ്പുള്ളവർ. വചനം പറയുന്നത്, കർത്താവ് എഴുന്നേറ്റാൽ വിടുതൽ ഉറപ്പാണ്. ആർക്കൊക്കെ വേണ്ടി കർത്താവിന് രാത്രി എഴുന്നേൽക്കുക. അസാധാരണമായ ബ്രേക്ക് ത്രൂകൾ ഇതിനകത്ത് സംഭവിക്കുന്നു. കാരണം ഞാൻ ബെനഡിക്ട് അച്ഛൻ അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് ഏകദേശം 6 വർഷത്തോളമായി. അന്നൊക്കെയുള്ള മീറ്റിങ്ങിൽ അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട്. എനിക്കിന്ന് പകൽ 100% ഉറപ്പുണ്ട്. ഈ രാത്രിയിൽ ഇതിനകത്ത് ഡിവൈസിൽ വെറുതെ അല്ല, ആത്മനിയോഗത്തോടെ ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നത്. അസാധാരണ ചില ഡെലിവറൻസുകൾ ചില മേൽ ഇന്ന് രാത്രി ചലിക്കട്ടെ. അവരെഴുന്നേൽക്കുക. ആർക്ക് വേണ്ടിയാ? അവന് വേണ്ടി കാത്തിരിക്കുന്നവന് വേണ്ടി. ആർക്കു വേണ്ടിയാ? നിയോഗങ്ങളെ കൈമാറാൻ വേണ്ടി. ഇന്ന് രാത്രി കർത്താവ് എഴുന്നേറ്റ ചില നിയോഗങ്ങളെ കൈമാറും. നിങ്ങൾ നോക്കൂ, കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പുറപ്പിനകത്ത് ദൈവം ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ മോശയോട് ഒരു ദൂത് പറയാനുണ്ട്. മോശേ, ഞാൻ ചില നിയോഗങ്ങളെ നിങ്ങളുടെ മേൽ കൈമാറുക. ബിജോയ് പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു കേട്ടോ. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ഒരു എൻകൗണ്ടർ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ചലിക്കും, നിങ്ങളുടെ മേൽ ചലിക്കും. ചില നിയോഗങ്ങൾ വെളിപ്പെടും. അഭിഷേകത്തിന് ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചരിത്രം പഠിച്ചപ്പോൾ ഇങ്ങനെ കാണുന്നത്, മിസ്രൈമിലെ മന്ത്രവാദികൾ ഭൂമിയുമായി ബന്ധപ്പെട്ടവരാ. ഏത് ഭൂമിയുമായിട്ട് കണക്ട് ചെയ്താണോ അവർ മന്ത്രവാദം നടത്തിയത്, അതേ ഭൂമിക്കകത്ത് കർത്താവ് തീയായി ഇറങ്ങിയിട്ട് മോശയോട് പറയുക, നിന്റെ മുന്നിൽ ഒരു അധികാരം കൈമാറുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് മാന്ത്രിക ശക്തികളെ തകർക്കാൻ ഒരു തലമുറയുടെ മേൽ വ്യാപരിച്ച ആധിപത്യത്തെ തകർക്കാൻ അധികാരം കൈമാറിയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു. ചിലതിന് മീതെ എൻ്റെ കർത്താവ് ഇറങ്ങി വരും, ചില നടുവിലേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വരും. ഏത് പ്രതിസന്ധിയാണോ അലറി നിൽക്കുന്നത്, അതിൻ്റെ നടുവിലേക്ക് എൻ്റെ ദൈവം ഇറങ്ങി വരും. ഇന്ന് രാത്രി അതിൻ്റെ മേൽ ജയം കൽപ്പിക്കാൻ ഒരു അധികാരം നിങ്ങളുടെ മേലേക്ക് ചലിക്കട്ടെ. പ്രശ്നങ്ങളെ കണ്ട് ആകുലപ്പെടുകയല്ല. പരിശുദ്ധാത്മാവിന് രാത്രി ദൂത് കൈമാറാനുണ്ട്. ദൈവം എഴുന്നേറ്റാൽ അവിടെ വിടുതൽ ഉറപ്പാണ്. യേശു എഴുന്നേറ്റു. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് എഴുന്നേറ്റു. അവൻ എൻ്റെ വിഷയത്തിന് വേണ്ടി പരിഹരിക്കാതെ പോകില്ല. കർത്താവ് ഒരു വിഷയത്തിന് വേണ്ടി എഴുന്നേറ്റാൽ അവനതിന് മറുപടി തരാതെ മടങ്ങിയില്ല. ഡോക്ടർ റീന ഫിലിപ്പ് പരിശുദ്ധാത്മാവിന്ന് രാത്രി പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇറങ്ങും. സ്പെസിഫൈ ആയി വലിയൊരു ആത്മമണ്ഡലം കൊതിക്കുന്നവരാണ് നിങ്ങൾ കേട്ടോ. പരിശുദ്ധാത്മാവ് എന്നോട് വന്ന് കൂടെ ഇറങ്ങി നിൽക്കുക കർത്താവ്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ആരോ കൂടെ ചലിക്കുന്ന പോലെ, ആരോ കൂടെ നടക്കുന്ന പോലെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോവാം. കൂടെ നിൽക്കുന്നത് ഏഞ്ചൽസാണ്.
ദൂതന്മാരുമായിട്ടൊരു വലിയ എൻകൗണ്ടറുകൾ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ പ്രാർത്ഥനാ മുറികൾക്കകത്തേക്ക് ചലിക്കുന്ന ഒരു വെളിപ്പാട് ആത്മാവിനെ കാണിക്കുന്നു. നിങ്ങളെ കൊണ്ട് ചെയ്തിരിക്കുന്ന ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങളല്ല സംസാരിക്കുന്നത്. ചിലർ ഈ ദിവസം നിങ്ങളെ നോക്കി പറയും, ഇത് ദൈവദൂതന്റെ ശബ്ദം എന്ന് പറയുന്ന പോലെ, ദൈവശബ്ദം എന്ന് പറയുന്ന പോലെ. ഡോക്ടർ റീന ഫിലിപ്പ് പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായി പ്രസ്താവിച്ച നിന്റെ വായ് ദൈവത്തിന്റെ വായ് പോലെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു അസാധാരണ ആത്മപകർച്ച ഇപ്പോൾ അവരുടെ മേലേക്ക് ആ നിയോഗത്തെ സ്വന്തം കൈമാറുന്നു. തീയായ ദൈവശക്തി പോലെ ശരീരത്തിന്മേലേക്ക് ഇറങ്ങട്ടെ. ദൂതന്മാരവരെ തൊടുക. നിങ്ങൾ ഒത്തിരി പേർക്ക് ആശ്വാസമാണ്. ചിലതിനെ പൊക്കിയെടുക്കുക, ചിലതിനെ വലിച്ചെടുക്കുക. ദൈവം ചിലതിന് മുമ്പിൽ നിൽക്കുക. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. നിങ്ങൾ നടന്നു പോകുമ്പോൾ ചിലത് അലറി ഓടുന്ന പോലെ ഇറങ്ങി നിൽക്കുന്ന ഒരു പ്രസൻസ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് എഴുന്നേൽക്കും. ഈ തലമുറയിൽ കർത്താവ് എഴുന്നേൽക്കും. ചിലർക്ക് വേണ്ടി ദൈവനിയോഗത്തോടെ കർത്താവ് എഴുന്നേൽക്കും. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലേ? പക്ഷെ അവരാഗ്രഹിച്ചത് അവരുടെ ഭൗതികമായ വിടുതല. അക്കരെ എത്തണം. യേശുവിൻ്റെ അടുക്ക വന്നാൽ അപ്പം തിന്നാൻ കിട്ടും. കാര്യങ്ങളൊക്കെ നടന്നു പോകും. ടാക്സ് കൊടുക്കാൻ യേശു മീൻ്റെ കത്തിരിക്കുന്ന ചതുർഭമൊക്കെ കാര്യങ്ങൾ നടന്നു പോകും. ഭൗതികമായ ചിന്തയിലെ ശിഷ്യന്മാർ പറയുന്നത്, നാഥാ, ഞങ്ങൾ ഇവിടെ കൊണ്ട് തീരാൻ പോകുകയാണ്. പലവട്ട ശത്രു നിന്നെ നോക്കി ഇവിടെ കൊണ്ട് തീർക്കുമെന്ന് വാദിച്ചതല്ലേ? പക്ഷെ അതിനകത്തൊന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതാ ദൈവത്തിന്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കാനാ. പരിശുദ്ധാത്മാവിന്റെ രാത്രി പറയുന്നു, അസാധാരണ പേര് ചില സാക്ഷ്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഈ ഗ്രേസിനകത്ത് ചലിക്കാൻ പോകുക, അതിനകത്ത് നടക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ഇന്ന് രാത്രി മഹത്വം കരയറ്റട്ടെ. ആ വിടുതൽ ഒരു അസാധാരണമായി മാറും. അതിനകത്ത് ചില ദൈവപ്രവൃത്തികൾ ചലിക്കും. യേശുവിന്റെ നാമത്തിൽ ചില രോഗങ്ങൾ സൗഖ്യമാകുന്ന വാർത്തകൾ കേൾക്കത്തക്കവണ്ണം അസാധാരണ ചില ദൈവപ്രവൃത്തികളെ ഇന്ന് രാത്രി നിങ്ങൾ യേശുവിൻ നാമത്തിൽ കൽപ്പിച്ചാക്കുന്നു. യേശു എഴുന്നേറ്റു. അടുത്തത്, അവൻ കാറ്റിനെ ശാസിച്ചു. ഇന്ന് രാത്രി ആത്മീക ശുശ്രൂഷയിൽ അഭിഷേകത്തോടെ നിൽക്കുന്ന ചിലരോട് ദൂത് പറയാം. ചില വിഷയങ്ങളുടെ പിൻപിലെ റീസണെ കാണണം. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യത്തിന് വിട്ടുമ്പോൾ ശിഷ്യന്മാർ മടങ്ങി നിന്നിട്ട് പറഞ്ഞു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. യേശു പറഞ്ഞ മറുപടി എന്താ? സാത്താൻ മിന്നൽ പോലെ നിലത്ത് വരുന്നത് ഞാൻ കണ്ടു. കൂനിയായ സ്ത്രീ ആലയത്തിൽ വന്നപ്പോൾ യേശു കൂനിന്റെ ആത്മാവിനെ ശാസിച്ചു. ഇന്ന് രാത്രി വെളിപ്പാടുള്ള ചിലരോട് പരിശുദ്ധാത്മാവിന് ദൂത് കൈമാറാനുണ്ട്. ചില വിഷയങ്ങൾ, അതിൻ്റെ പിമ്പിൽ വ്യാപരിക്കുന്ന സ്വാധീനങ്ങളെ ആത്മാവിൽ ഐഡന്റിറ്റി ചെയ്യാൻ ഒരു ദൈവകൃപ കർത്താവ് നിങ്ങളുടെ മേൽ പകരട്ടെ. ഈ വെളിച്ചപ്പാടത്തിയായ സ്ത്രീ സൂപ്പർ ദൂതല്ലേ പറഞ്ഞു. ഇന്നങ്ങാണമായിരുന്നു മീനാൻ്റെ ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞാൽ സൂമി ഒരു മെസ്സേജിന് ടൈമുണ്ടോ എന്ന് ചോദിച്ചാൽ അപാര ദൂത. പക്ഷെ പൗലോസ് മുഷിഞ്ഞു. അവള് വ്യാപരിച്ച് ദുരാത്മാവിനെ ശാസിച്ചു. കണ്ടോ? അപ്പം ആത്മാക്കളെ ഐഡന്റിറ്റി ചെയ്യുന്ന ഡിസേറിംഗ് സ്പിരിറ്റ് നമ്മുടെ അകത്തെ ദിവസങ്ങൾ വ്യാപരിക്കണം. ഓരോന്നിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന സ്വാധീനങ്ങൾ എന്തെന്ന് ആത്മാവ് തിരിച്ചറിയണം. യേശു എഴുന്നേറ്റിട്ട് ചെയ്തെന്താണെന്നറിയുമോ? അവൻ കാറ്റിനെ ശാസിച്ചു. അവന് കാര്യം മനസ്സിലായി. ഇത് പ്രത്യക്ഷമായി നിൽക്കുന്ന കാറ്റെങ്കിലും ഇതിന്റെ പിമ്പിൽ ചലിക്കുന്നത് അക്കരയിലെ 6000 ഭൂതത്തിന്റെ വിടുതല. പള്ളിപ്പുറ യായിറോസിന്റെ മകളുടെ സൗഖ്യമാണ്. ആ ബാലയുടെ ഉയർപ്പാണ്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിടുതലാണ്. ഇത് നടക്കാതിരിക്കാൻ ശക്തിയോട് അലറി വരുന്ന കാറ്റ. അവര് കണ്ട, ശിഷ്യന്മാര് കണ്ടത് അപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ വിഷയമാണ്. ശിഷ്യന്മാര് കണ്ടത് അപ്പോഴത്തെ ഒരു പ്രതികൂലമാണ്. ശിഷ്യന്മാര് കണ്ടത് അപ്പോഴത്തെ ഒരു തിരമാലയാ. ശിഷ്യന്മാര് കണ്ടത് അന്നത്തെ ഒരു സാഹചര്യമാണ്. പക്ഷെ യേശു കണ്ടത് അക്കരെ ചലിക്കുന്ന വിടുതല. ഇന്ന് രാത്രി ആത്മാവ് ഒരു ദൂത് കൈമാറുന്നു. നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന വാഗ്ദത്തങ്ങളോട് ചലിക്കുന്ന ചിലതിനെ ആത്മാവ് തിരിച്ചറിയാൻ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 4 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിൽ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാ ദൈവശക്തി ശക്തിയുള്ളവ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങൾ ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ച ഏത് വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തിനെ പിടിച്ചടക്കും. ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന ഉയർച്ചകളെ ആത്മാവിൽ ഇടിക്കണം.
ഉയർന്നു വരുന്നതിനെ, ആത്മാവിൽ അതിനെ കണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ പകരട്ടെ. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കാം. ഈ പ്രശ്നത്തിന്റെ പിമ്പിലെ റീസണെ നോക്കിയിട്ടേ അനങ്ങാതിരിക്കുക. ഞാൻ ഈ സാധാരണ പ്രസംഗിക്കുമ്പോൾ മിക്കപ്പോഴുള്ള വേദികളൊക്കെ പറയാറുണ്ട്, ഈ ഇപ്പോഴുണ്ടോ എന്ന് അറിയത്തില്ല, പണ്ടൊക്കെ ഗവൺമെൻറ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒരു ചുമന്ന മരുന്ന് തരും, കുപ്പി കൊണ്ട് എന്നാ മതി. എല്ലാ അസുഖത്തിനെയും മരുന്ന്, തലവേദനയ്ക്കഥ, വയറ്റുവേദനയ്ക്കഥ, പല്ലുവേദനയ്ക്കഥ, എല്ലാ അസുഖത്തിനെയും ഒരു മരുന്നാണ്. ഈ പരിപാടി നടക്കൂല കേട്ടോ. എന്ന് രാത്രി ചില വിഷയങ്ങളുടെ പിമ്പിലുള്ള റീസണുകളെ കണ്ട് ആത്മാവിൽ വിട്ട് പ്രാർത്ഥിക്കുന്ന ചില എഴുന്നേൽക്കട്ടെ. അങ്ങനെ നീ പ്രാർത്ഥിച്ചാൽ ആ റൂട്ടിനകത്ത് ദൈവപ്രവൃത്തിയുടെ ആഴം തിരിച്ചറിയാൻ കഴിയുന്നു. യേശുവിന് കാര്യം മനസ്സിലായി. ശിഷ്യന്മാർ പ്രസന്റ് കണ്ടീഷനിലെ കാറ്റിനെ കണ്ടപ്പോൾ യേശു അതിൻ്റെ പിമ്പിലുള്ള റീസണെ കണ്ടു. ഇന്ന് രാത്രി ചില റീസൺ കണ്ട ആത്മാവിൽ നമ്മൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കും. എനിക്കറിയാം ഈ സെക്ഷനിലെ മീറ്റിംഗ് ഒരു അസാധാരണ ബ്രേക്ക് ത്രൂ ആണ്. ചില റീസണുകളെ കണ്ട് അഭിഷേകരെ നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. നാളുകളായി ഉയർന്നു നിൽക്കുന്ന ചില ആധിപത്യങ്ങളെ തകർക്കുന്ന ദൈവശക്തി ഇന്നു രാത്രി യേശുവിന്റെ നാമത്തിൽ ചൊല്ലിക്കട്ടെ. അവരെഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. 2026 എൻ്റെ പ്രാർത്ഥന പറഞ്ഞു, ദൈവം അനുവദിച്ചാൽ ഞാൻ മെയ് മാസം ചില ദിവസങ്ങൾ ദൈവസന്നിധിയില്ല, കാരണം ഏപ്രിൽ ഒത്തിരി തിരക്കാം. ഞാൻ മെയ് മാസം ചില ദിവസങ്ങൾ വേർതിരിച്ച് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കാം. ഈ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ ഞാൻ ചില ദിവസങ്ങൾ ദൈവസാന്നിധ്യത്തിൽ നിന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു ദൂതുണ്ട്. എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിലാണ്. എൻ്റെ ദൈവമക്കളെ, ഞാൻ വിചാരിച്ചു ഒരു ഫുട്ബോൾ കളിക്ക് ഒരു ടീം മാത്രമേ ഉള്ളെങ്കിൽ, വിജയ് പാസേ ഫുട്ബോൾ കളിക്ക് ഒരു ടീം മാത്രമേ ഉള്ളെങ്കിൽ എന്തെങ്കിലും ഒരു ത്രില്ലുണ്ടോ? ക്രിക്കറ്റ് കളിക്ക് ഒരു മാച്ചിന് പോയി ഒരു ഗുരു എതിര് വരട്ടെന്നേ, അപ്പോഴെ നമ്മുടെ അടുത്ത് അഭിഷേകം ഒന്ന് ചലിക്കുന്നത്. ഈ ദാവീദിൻ്റെ തല അഭിഷേകം വേണ്ടി 2 വർഷം ഒരു പരിപാടിയും ചെയ്തില്ല. ഇടയ്ക്ക് ഒരു സിംഹകാരുടെയും വരുന്നത്, ഇത് വരുന്നത് നിന്റെ അകത്തെ അഭിഷേകം ഒന്ന് ചലിക്കാനാണ്, ഒരു ത്രില്ല് വർദ്ധിക്കാനോ, ഒന്ന് പ്രാർത്ഥിക്കാനോ, നിന്റെ അകത്തെ ആത്മശക്തി ഒന്ന് ചടപുടം എഴുന്നേൽക്കാനാണെന്നേ ശ്രദ്ധിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന മുറി പറഞ്ഞൊരു പദമുണ്ട്, യേശുവിന്റെ പ്രത്യേകത പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വരും. ഞാൻ അടുത്ത് പറയുന്ന ദൂത് നിങ്ങൾ സീരിയസ് ആയി കേൾക്കണം. 2 വിഷയങ്ങൾ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, മിസ്രൈമിലെ മന്ത്രവാദികൾ മണ്ണുമായി പൂജ നടത്തുന്നവരാ. അതിന്റെ നടുവിൽ ആ മണ്ണിനകത്ത് യേശു ഇറങ്ങി. ഇനി നിങ്ങൾക്കറിയാമോ മിസ്രൈമിലെ മന്ത്രവാദികൾ? ഞാൻ വേണമെങ്കിൽ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് വേണമെങ്കിൽ തരാം. അതിനകത്തൊരു പ്രത്യേകത, ഇവർ അഗ്നിദേവനുമായിട്ട് ബന്ധമുള്ളവരാണ്. എബ്രായ ബാലന്മാരെ തീച്ചൂളക്കകത്തിട്ടാൽ, തീ അവർ ദഹിപ്പിച്ചാൽ അവർ പറയും ഞങ്ങളുടെ ദൈവം അവരെ എന്ത് ചെയ്തു. പക്ഷെ കർത്താവ് അതിൻ്റെ നടുക്കിറങ്ങി അതിൻ്റെ തലയെ തകർത്തു. പ്രശ്നങ്ങളുടെ ആഴത്തിൻ്റെ നടുവിൽ എൻ്റെ കർത്താവ് ഇറങ്ങും. ഇന്ന് രാത്രി 4 യാമത്തിൽ അവൻ കടൽമേൽ നടന്നു വരുന്നത്, പ്രശ്നങ്ങൾ ഉച്ചരിക്കുന്ന കടലിൻ്റെ ആഴത്തെ തിരിച്ചറിഞ്ഞിട്ട് യേശു അതിന്മേൽ കാൽ ചവിട്ടുക. ചില വിഷയങ്ങളെ സമാധാനത്തിൻ്റെ ദൈവം ചതച്ചരച്ച് കളയുന്നവൻ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചില വിഷയങ്ങൾ, ആ നിയോഗമുള്ളവരെ ദൂതിനെ ആത്മാവിലൊന്ന് ഏറ്റെടുത്ത് ആത്മനിയോഗത്തോടെ അന്യഭാഷയോടെ ഇന്ന് ഞാൻ പറയുന്ന ആ വെളിപ്പാടിനകത്തേക്ക് ദയവായി ഒന്ന് കയറാമോ? പരിശുദ്ധാത്മാവനോട് പറഞ്ഞ വെളിപ്പാട് നിങ്ങൾ വീണ്ടും ഞാൻ ആഴത്തിൽ ഒന്നും കൂടി പറയാം. ദയവായി ചിലരുടെ ഇരുത്ത കണ്ടിട്ട് എനിക്കൊത്തിരി വിഷമം. അയ്യോ സോറി, എന്നോട് ക്ഷമിക്കണേ പ്ലീസ്. പരിശുദ്ധാത്മാവനിക്കുന്ന നിയോഗത്തോടെ വെണ്ടിക്കച്ച ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? ഇസ്രായേൽ മക്കളെ തീ ദഹിപ്പിച്ചാൽ പറയും ഞങ്ങളുടെ ദൈവം ജയിച്ചെന്ന്. അതിൻ്റെ നടുവിലിറങ്ങി അതിൻ്റെ ആധിപത്യത്തിൻ്റെ അടിസ്ഥാനം വിളക്കിൻ്റെ കർത്താവ് മിസ്രൈമിലെ ഭൂമി ദൈവവുമായി കണക്ട് ചെയ്ത ദൈവത്തിൻ്റെ മണ്ടയ്ക്ക് ചവിട്ടിയിട്ട് പറഞ്ഞു, മോശെ ഞാൻ നിനക്ക് അധികാരം കൈമാറുക. മത്തായി 22 കടലിൽ പ്രതിസന്ധി ആയപ്പോൾ യേശു രാത്രി 4 യാമത്തിൽ കടലിന് നടുക്ക് ചവിട്ടിയിട്ട് പറഞ്ഞു, കടലെ അടങ്ങ്, ശാന്തമാകോ. ഇന്ന് രാത്രി നിന്റെ മേൽ പകരുന്ന അഭിഷേകം നിനക്ക് വിരോധമായി വരുന്ന, നീ ഇന്ന് കണ്ട മിസ്രൈമിനെ ഒരു നാൾ കാണാതെ വണ്ണം നിനക്ക് വിരോധമായി വരുന്ന ചിലതിന്റെ അടിസ്ഥാനത്തെ തകർക്കാൻ വേഗത്തിൽ കാൽക്കീഴാക്കി ചതച്ചരച്ച് കളയുന്ന ഒരു ആത്മീയ അധികാരം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ സ്വർഗം കൈമാറട്ടെ. നിസ്സാരമല്ല. 6000 ഭൂതമുള്ള മനുഷ്യന്റെ വിടുതൽ നിസ്സാരമല്ല.
യായിറോസിന്റെ മകളുടെ വിടുതൽ നിസ്സാരമല്ല. രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിടുതൽ നിസ്സാരമല്ല. ശബരഗതന പള്ളിപ്രമാണിയുടെ കുടുംബത്തിന്റെ വിടുതൽ നിസ്സാരമല്ല. കർത്താവ് പറയുന്നു, അതിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ആധിപത്യങ്ങൾ എത്ര വലിയ ശക്തിയോട് അലറി വന്ന തിരമാലകളായി വന്നാലും ഇന്ന് രാത്രി അതിനെ ജയിക്കുന്ന ഒരു അധികാരം. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം മതി വീഴട്ടെന്നേ, എരിഹോവുകൾ നിനക്ക് മീതെ വരട്ടെന്നേ. വചനം പറഞ്ഞു, നീ എന്റെ ദീപത്തെ കത്തിക്കും, ദൈവത്തെ ഞാൻ മതിൽ ചാടിക്കിടക്കും. പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുകയല്ല. ഇന്ന് രാത്രി അതിനെ അതിജീവിക്കാൻ ഒരു കരുത്ത്. ഇസ്രായേലിന്റെ നന്മകളെ ചോർത്തിക്കളയുന്ന ശക്തികളെ നോക്കുമ്പോൾ അതിനെതിരെ വെല്ലുവിളിച്ച് ഒരുവനെ നോക്കി ദൂതം പറയുക, അല്ലയോ പരാക്രമശാലിയെ, ഇസ്രായേൽ വിതയ്ക്കുമ്പോൾ വിളവാകുമ്പോൾ നന്മ മുഴുവൻ മിദ്യാനിയർ കൊണ്ടുപോകും. പക്ഷെ ദൈവത്തിന്റെ നന്മയെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ അതിനെ തടഞ്ഞു വെച്ച് പ്രാർത്ഥിക്കാൻ, ധൈര്യത്തോടെ കരുവരകത്തിന്റെ ചൂട്ട് നിൽക്കാൻ തന്റെ ഇടമുള്ളവനെ നോക്കിയിട്ട് ദൈവം പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ടാകും. ഇന്ന് രാത്രി ചിലതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ ഈ തലമുറയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയത്തിന് മറുപടി നിങ്ങളുടെ കയ്യിലുണ്ട് ദൈവമക്കളെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ ജയിക്കാൻ ഒരു കരുത്തുണ്ട്. കരുത്ത് തരാതെ ദൈവം വിഷയം തരില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഈ ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നു, അവൻ പരീക്ഷയോടുകൂടെ നീക്കുപോക്കും തരുന്നവനാണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയത്തെ ജയിക്കാനുള്ള കരുത്ത് നിങ്ങളുടെ അകത്ത് തരും. ആ കരുത്ത് തന്നിട്ടേ വിഷയം നിന്റെ മുമ്പിൽ കൊണ്ടുവരികയുള്ളൂ. നീ നിസ്സാരക്കാരനല്ല. ആത്മാവിൽ ഇന്ന് രാത്രി ചിലതിനെ നോക്കി പ്രവചിക്കാൻ തയ്യാറാകുമോ? അസ്യ നോക്കി എസ്കേൽ പ്രവചിച്ചതുപോലെ അസാധ്യങ്ങളെ നോക്കി ഇന്ന് രാത്രി നീ പ്രവചിക്കാൻ തയ്യാറാകുമോ? ചിലതിനുമേ ജീവൻ ചലിക്കട്ടെ, ചിലത് അസ്യോട് യോജിക്കട്ടെ, ചിലമേ മാംസം പിടിക്കട്ടെ, ചിലമേ തൊക്ക് പിടിക്കട്ടെ. ഞാൻ ആത്മാവിൽ അങ്ങനെ പറയുന്നു. അസാധ്യങ്ങളെ നോക്കി പ്രവചിക്കാൻ തയ്യാറായാൽ ചിലതിന്റെ മേലേക്ക് ദൈവത്തിന്റെ ജീവൻ ചലിക്കും. ആരെയൊക്കെ നോക്കി ആത്മാവിനോട് ദൂത് കൈമാറുന്നു, നിങ്ങൾ ഈ താഴ്വരയിൽ അനേകം കുഴികളെ വെട്ടണം. കാറ്റു കാണത്തില്ല, കോള് കാണത്തില്ല, പക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ ആടുമാടുകൾക്ക് കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര അവൻ വെള്ളം കൊണ്ട് നിറയ്ക്കും. ലോസി കറോ ജന ധന റബനി ഗദന. പ്രവചിക്കാൻ തയ്യാറാണോ? പ്രവചിക്കാൻ തയ്യാറാണോ? പ്രവചിക്കാൻ തയ്യാറാണോ? അസ്ഥി നോക്കി പ്രവചിക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവ് വല്ലാത്ത നിയോഗം തന്നു. മീനാജി ആന്റി, പരിശുദ്ധാത്മാവ് എനിക്ക് വല്ലാത്തൊരു നിയോഗത്തോട് രാത്രി നിങ്ങൾ ദൂത് കൈമാറാം. ഈ ദിവസം നിങ്ങൾ പ്രവചിക്കാൻ തയ്യാറാകണം കേട്ടോ. അസ്ഥി നോക്കി പ്രവചിക്കണം. ഒറ്റ ദിവസം പ്രവചനത്തിൽ നടക്കില്ല. ഞാൻ തെളിവ് തരാം. 9 മാസമാണ് അസ്ഥിയോട് നടുവിക്കൂടെ ചുറ്റി നടന്നത്. ദേവാസം വിജയ് ഞാൻ വെളിപ്പാട് പറയാം. എന്തിനാണ് ചുറ്റി നടന്നേ? പണ്ടൊക്കെ എൻ്റെയൊക്കെ കൊച്ചിൽ, ഇന്നത്തെ ബന്ധുക്കോസാർക്ക് അറിയത്തില്ല, കാത്തിരിപ്പൊക്കെ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതിനകത്ത് പ്രാപിക്കാത്ത ഒരാളെ നടുക്കിരുത്തും, പ്രാപിച്ച 2 പേരെ അപ്പുറത്തും ഇരുത്തും. ഇത് പകരുന്ന സാധനമാണ്. എസ്കേൽ ചുറ്റി നടക്കുന്ന എന്തിനാണെന്നറിയോ? ബീനാൻ്റെ ഒരു ദൂത് പറയാം. മരിച്ച കുഞ്ഞുമായിട്ട് ഏലിയാവ് പോയി കുഞ്ഞിൻ്റെ പുറത്തോട്ട് വീണപ്പോഴേ ഏലിയാവിൻ്റെ അകത്തെ ഒരു ചൂടും ആത്മശക്തി കുഞ്ഞിലേക്ക് ജീവനായി ചലിച്ചു. എസ്കേൽ നീ അസ്ഥിയുടെ നടുവിലേക്ക് പോകുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കോ അതൊരു അസാധാരണ വെളിപ്പാട് രാത്രി ദൈവാത്മാവ് കൈമാറുന്നു. എന്തിനാ എസ്കേലെ നീ അസ്ഥിയുടെ നടുവിലേക്ക് ചലിക്കുന്നത്? നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ചലനമറ്റ അസ്ഥിയിലേക്ക് കൈമാറുക. അത് ഈ അസ്ഥിയിലേക്ക് വ്യാപരിക്കുമ്പോൾ ഈ അസ്ഥിയുടെ മേലേക്ക് ദൈവത്തിന്റെ ജീവൻ ചലിക്കും. ഇന്ന് രാത്രി നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ വിഷയത്തിലേക്ക്, നിന്റെ രോഗത്തിലേക്ക്. നിലതെട്ടുന്ന രോഗി സൗഖ്യമായില്ലേ? റൂമാൽ വീണവ സൗഖ്യമായില്ലേ? ഇന്ന് രാത്രി നിന്റെ മുമ്പിലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്ന ഒരു ദൈവമഹത്വം നിന്റെ മേലേക്ക് കർത്താവ് കൈമാറുന്നു. ചുറ്റി കറങ്ങിക്കോ. ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിച്ചോ. ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിച്ചോ. നിന്റെ അകത്തെ ജീവന്റെ ശക്തി നദി ഒഴുകി ചെല്ലുക. ഈ ജീവന്റെ ശക്തി വിടുതലായി മാറുക. ഈ ജീവന്റെ ശക്തി വിടുതലായി മാറുക. ഈ ജീവന്റെ ശക്തി വിടുതലായി മാറുക. അതിൻ്റെ ഒരു അസാധാരണ ദൈവശക്തി ഇറങ്ങുന്നു. ചില റൂമുകളിലേക്ക്, ചില വ്യക്തികളിലേക്ക് അസാധാരണ ദൈവശക്തി ഇറങ്ങുന്നു. നീ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലതിനുമേ ജീവൻ ചലിക്കും. നീ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലതിനുമേ ജീവൻ ചലിക്കും. ഒറ്റ ദിവസം കൊണ്ടല്ല, 9 മാസം കൊണ്ടാണ് നടന്നത്. നിർത്തരുത്.
നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ചൂട്, ഒരു കോഴിമുട്ടയുടെ മേൽ തള്ളക്കോഴി പൊരുന്നിരിക്കുമ്പോൾ ആ ചൂട് അതിനകത്തേക്ക് പകർന്ന് ജീവൻ വന്നതുപോലെ, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചതുപോലെ, ചില വിഷയത്തിലേക്ക് നിന്റെ അകത്ത് ചലിക്കുന്ന ജീവന്റെ ശക്തി വിടുതലായി ചലിക്കുക. അസാധാരണമായ ദൈവശക്തിയായി ചലിച്ചു തുടങ്ങേണ്ടത്. ഇന്ന് രാത്രി ആ ദൈവശക്തി അസാധാരണമായി ചലിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി ആ ദൈവശക്തി അസാധാരണമായി ചലിച്ചു തുടങ്ങട്ടെ. ഒരു മുട്ടയുടെ മേൽ കോഴി പൊരുന്നിരിക്കുമ്പോൾ ആ കോഴിയിലെ ചൂട് മുട്ടയ്ക്കകത്ത് ഇറങ്ങുന്ന പോലെ എസ്കേലെ നിന്റെ മേലുള്ള അഭിഷേകം ഈ അസ്ഥിയിലേക്ക് തട്ടുമ്പോൾ ചുറ്റും നടന്നോ. ചില വിഷയത്തിൽ നടുവിക്കൂടെ നടന്നോ. ചില പ്രതിസന്ധിക്കകത്തൂടെ ദൈവം നിന്നെ കറക്കും. നിന്നെ വ്യാപരിക്കുന്ന ദൈവശക്തി ചലനമറ്റു പോയത് ചിലതിന് ജീവൻ പകരാൻ, ചലനമറ്റുപോയി ചിലതിന് ജീവൻ പകരാൻ. ഏലിയാവ് മരിച്ച കുഞ്ഞുമായിട്ടാണ് പോയതാ, പക്ഷെ തൻ്റെ അകത്ത് ജീവൻ പകർന്നപ്പോൾ മടങ്ങി വരുന്ന ജീവനുള്ള കുഞ്ഞുമായിട്ടാണ്. ഇന്ന് രാത്രി ചലനമറ്റുപോയ, ജീവനറ്റുപോയ, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാത്ത, ചലനമറ്റുപോയ ചില പ്രാർത്ഥനയുടെ മറുപടികൾ ജീവനുള്ള പ്രാർത്ഥനാ വിഷയങ്ങളാക്കി നിങ്ങളിലേക്ക് കൈമാറാൻ ഈ രാത്രി സ്വർഗം ആഗ്രഹിക്കുക. എനിക്കറിയാം, ഒരു സാധാരണ ആത്മപകർച്ചയിനകത്ത് നടക്കുന്നു. ചെറുമേലേക്ക് ആ ദൈവിക ഇടപെടലുകൾ ചലിക്കുക, ചെറുമേലേക്ക് ആ ദൈവിക ഇടപെടലുകൾ ചലിക്കുക. നിന്റെ അകത്ത് ജീവന്റെ ശക്തി, നിന്റെ അകത്ത് ജീവന്റെ ശക്തി. അതുകൊണ്ട് നിങ്ങൾ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചുറ്റി കറങ്ങുമാറാകുമ്പോൾ അതിലേക്ക് ഒരു വചന വെളിപ്പാട് കൂടി ആത്മാവിന്റെ രാത്രി ചെല്ലുന്നു. യോബിന്റെ പുസ്തകം 14:7. ഒരു വൃക്ഷമായിരുന്ന പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിടക്കും. അടുത്ത പദം, അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വേരറ്റുപോയാലും വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പം അത് പഴയ തൈ പോലെ മടങ്ങി വരും. അത് പഴയ തൈ പോലെ മടങ്ങി വരും. ഇന്നു രാത്രി ചിലതിനെ പഴയ തൈ പോലെ മടക്കി വരുത്താൻ കഴിയും. ഒരു വൃക്ഷമായിരുന്ന പ്രത്യാശയുണ്ട്, പച്ചമരം വെട്ടിയാൽ പുണ്യം കൊടുക്കും. സുജാഡന്യ പരിശുദ്ധാത്മാവിന്റെ രാത്രി നിങ്ങളോട് ഇടപെടുന്നു. യോബ് 14:7. ചിലതിനെ മടക്കി വരുത്തുന്ന ദൈവശക്തി. സമുദ്രത്തിന്റെ ആഴത്തിൽ താണുപോയി ഇരുമ്പ് കഷ്ണം കോൽ വെട്ടിയിട്ടപ്പോൾ മടങ്ങി വന്ന പോലെ ഇന്ന് രാത്രി ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. കാലങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവപ്രവൃത്തിയായി നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്തേക്ക് ദൈവം അയക്കുക. വിശ്വസിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി ആ ദൈവിക പദ്ധതികൾ യേശുവിൻ്റെ നാമത്തിൽ ചില ശരീരങ്ങൾ വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ കെട്ടുകൾ ആത്മാവിൽ പൊട്ടുന്നു. ഷമേരി കൗദീന സെഖേമി റിബീല ഷാനബാല ഷീജസ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തോടുന്നു കേട്ടോ. നിങ്ങളെ പരിശുദ്ധാത്മ തോടുന്നു. ഷീജ സിബി, പരിശുദ്ധാത്മാവ് നിങ്ങളെ തോടുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇറങ്ങി നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഭവനവുമായി ബന്ധപ്പെട്ട, മണ്ണുമായി ബന്ധപ്പെട്ട് വീട്ടിനകത്ത് ചെന്ന് കയറുമ്പോൾ അസ്വസ്ഥതകൾ കൊണ്ടിടുന്ന, വീട്ടിനകത്ത് ചെന്ന് കയറുമ്പോൾ മാനസിക നില തെറ്റിച്ച് കളയുന്ന, വടക്ക് ഭാഗത്തുനിന്ന് കയറി വരുന്ന, നിങ്ങൾ പാർക്കുന്ന കൂടാരത്തിൻ്റെ വടക്ക് ഭാഗത്തുനിന്ന് കയറി വരുന്ന ആ ഇരുളിൻ്റെ സ്വാധീനത്തെ ഇന്ന് രാത്രി സ്വർഗം ശാസിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. യേശു എഴുന്നേറ്റു, അതിനെ ശ്വാസിച്ചു. കർത്താവ് ചിലതിനെ അമർച്ച ചെയ്തു. ഇന്ന് രാത്രി അനങ്ങരുത്, മൗനമായിരിക്കുക. സ്വർഗം ചിലതിനെ അമർച്ച ചെയ്യുക. നോക്കൂ, കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക. ഇനി കടലിനെ അനക്കിയ ഒരു കാറ്റ്, നിങ്ങൾ ആ പദവ് ശ്രദ്ധിക്കണേ. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക. ഇപ്പൊ കടലിനെ അനക്കിയ ഒരു കാറ്റ് കാറ്റിനോട് പറഞ്ഞു, മോനെ പരിപാടി വേണ്ട, അടങ്ങിയിരിക്കും. കടലിനോട് പറഞ്ഞു, നീ കാറ്റിൻ്റെ ഓളത്തിനനുസരിച്ച് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന പദ്ധതി ഉണ്ടല്ലോ, അതും കൈവച്ചേരെ. യേശു എഴുന്നേറ്റു, അമർച്ച ചെയ്തു, ഇനി ഇത് പൊങ്ങരുത്. മോശ പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ ഒരു നാൾ കാണുകയില്ല.
അവിടെ പറഞ്ഞു കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ചിലർ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു, ഇതൊരു ശാന്തതയുടെ കാലഘട്ടമാണ്. ചിലത് അല്പകാലത്തേക്ക് വിട്ടുമാറുന്ന ഒരു ഹാർവസ്റ്റിൻ്റെ, ഒരു കൊയ്ത്തിൻ്റെ, ഒരു ശാന്തതയുടെ കാലഘട്ടമാണ്. ദൈവത്തിൽ നിങ്ങളോട് ചില ദൈവപ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അടുത്ത പദം നോക്കും, അവൻ അവരോട്, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്താ? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? കടലിനെ കാറ്റിനെ ശാസിച്ചവൻ കൂടുണ്ട, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി കർത്താവിൻ്റെ കൂടെ ഇറങ്ങണിക്കും. വചനം പറയുന്നത് കർത്താവ് നിങ്ങളുടെ കൂടെ ഇറങ്ങണിക്കും. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ കരുതലുകളെ ആത്മാവിൽ കാണുവാൻ കർത്താവിൻ്റെ രാത്രി നമുക്ക് കൃപ നൽകട്ടെ. ഇങ്ങനെ ഈ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിൽ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ഒത്തിരി പേർക്ക് ഈ ഗ്രൂപ്പ് ഒരു വിടുതലും ആശ്വാസമായി തീരട്ടെ. എൻ്റെ പേര് ടിജി തോമസ്. ഞാൻ പുനലൂർ സ്വദേശിയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് പന്തളത്ത് ടൗൺ IPC ചർച്ചിൻ്റെ ശുശ്രൂഷയിലാണ്. ഞാനിത് പറയാൻ കാരണം, ദൈവം എനിക്ക് മാന്യമായി വിദ്യാഭ്യാസം നൽകി. എൻ്റെ വൈഫും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. +2 അധ്യാപിക ലെവലിലൊക്കെ ജോലി ചെയ്യേണ്ട ലെവലിലുള്ള വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ഞങ്ങളതൊക്കെ വിട്ടിട്ടാണ് മിസ്രൈമിലെ നിക്ഷേപത്തെക്കാളും ക്രിസ്തുവിൽ നിന്ന്. ഞാൻ TKM പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വീട്ടുകാരറിയാതെ ചാടി ബൈബിൾ സ്കൂളിൽ പോയതാണ്. മിസ്രൈമിലെ നിക്ഷേപത്തെക്കാളും ക്രിസ്തുവിൽ നിന്ന് വലിയ ധനം. പക്ഷേ 2001 മുതൽ കർത്താവിൻ്റെ വേലയിൽ പൂർണ്ണസമയമുണ്ടെങ്കിലും 2006 എൻ്റെ മേലെ ഒരു തീ വന്നു വീണു. അതൊരു നിയോഗത്തിൻ്റെ തീയാണ്. ഞാൻ ദൈവിക നിയോഗങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരാണ്. കാരണം യാബോക്കിൽ യാക്കോബിൻ്റെ ചരിത്രം മാറി, ദമസ്കോസിൽ ശൗലിനെ പത്രോസാക്കി മാറ്റി, യെശയ്യാവ് 6-ാം അധ്യായത്തിൽ തീക്കല്ല് തൊട്ട് ദൂതൻ ഇറങ്ങി, യെശയ്യാവിൻ്റെ പ്രവചനം മാറി. അങ്ങനെയെങ്കിൽ കാലഘട്ടത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ദൈവം നമ്മുടെ ശുശ്രൂഷ, ഞാൻ തെളിവ് പറയാം. ഇന്നലകളൊക്കെ നമ്മൾ നിസ്സാരമായി കണ്ട ചില ദൈവാസന്മാർ ഇന്ന് സ്റ്റാറുകളായി കയറി അസാധാരണമായ ശുശ്രൂഷ നിൽക്കുന്നില്ലേ? അവരെ വിളിച്ചിട്ട് ചോദിച്ചാൽ സ്നേഹം ഉണ്ടെങ്കിൽ അവർ പറയും, എൻ്റെ പാസ്റ്റർ, എൻ്റെ ആൻറ്റി, എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം ഇറങ്ങി വന്നൊരു ഇടപെടൽ നടത്തി. ആ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ചരിത്രം മാറും, അസാധാരണമായ ദൈവപ്രവൃത്തിയായി മാറും. ഈ ദിവസങ്ങളിൽ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. വേദപുസ്തകത്തിലെ തെളിവ് ഞാൻ വീണ്ടും പറയുന്നത്, യാക്കോബിൻ്റെ ചരിത്രം മാറി. യാബോക്കാണ് പൗലോസിനെ, ശൗലിനെ പൗലോസാക്കി മാറ്റിയത്. ദമസ്കോസാണ് യെശയ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ ശൈലി മാറ്റിയത്. 6-ാം അധ്യായത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തിയോടെ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിൻ്റെ വിടുതലുകൾ കർത്താവ് അസാധാരണമായി നമ്മുടെ മേൽ പകരട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് കൃപ പകരട്ടെ. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നേരിട്ട് ശുശ്രൂഷിക്കുന്നതല്ല, സൂം പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഒത്തിരി പരിമിതികൾ നമുക്കുണ്ട് ശുശ്രൂഷകൾ. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിലും കർത്താവ് വലിയവ ചെയ്യാൻ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദയവായി 5 മിനിറ്റ് ലേറ്റായി ഞാൻ കയറാൻ, ഞാൻ വേഗത്തിൽ ആൻറ്റി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ പാസ്റ്ററേജിൽ വന്ന് വണ്ടി നിർത്തിയിട്ട് ഓടി ചർച്ചിലേക്ക് വന്ന് കയറിയാണ് ഞാൻ ഈ സൂമിലേക്ക് പെട്ടെന്ന് കയറിയത്. അല്പം തിരക്കായി വേണം, ചർച്ചും കൂടെ ഉള്ളതുകൊണ്ട് ദയവായി ക്ഷമിക്കണേ. പല കാര്യങ്ങൾ കൂടി പോയേ പറ്റുകയുള്ളൂ. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കിട്ട് അവസരം നന്ദി പ്രാർത്ഥിക്കുക. 100% ഇതിനകത്ത് അസാധാരണ വിടുതലുകൾ ചലിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ ബീനാൻറ്റിയോട് നിങ്ങൾ വിളിച്ചു പറയണം. അത് എല്ലാവർക്കും വിശ്വാസത്തിന് കാരണമാകണം. അടുത്ത മീറ്റിങ്ങിൽ നിങ്ങൾ സാക്ഷ്യം പറയണം. എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവ് അത് ചെയ്തു, വിടുതൽ അയച്ചു. നീതിമാൻ്റെ അവകാശത്തിൻ്റെ ദുഷ്ടന് ചെങ്കോൽ ഇരിക്കില്ല. അഭിഷേകത്തിലെ മുഖങ്ങളെ ഇന്ന് രാത്രി തകർക്കും. കർത്താവ് അതിനായി കൃപ നൽകട്ടെ. എല്ലാവരും നന്മകളുകൊണ്ടും സ്വർഗം നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ